എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 17ാമത്തെ സർഗത്തിൽ 26 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗന്ധർവന്മാർക്കും ദേവന്മാർക്കും ഋഷിമാർക്കും എല്ലാവർക്കും അപ്സര സ്ത്രീകളിലുമൊക്കെ ജനിച്ചവരായിട്ടുള്ള അതിഭീമാകാരന്മാരും ശക്തിമാന്മാരുമായിട്ടുള്ള ഹരീശ്വരന്മാരെ പറ്റിയിട്ട്, കവി പുങ്കവന്മാരെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ തുടർച്ചയാണ്. അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ശക്തി എങ്ങനെയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഈ സർഗത്തിൽ പറയണത്. നമുക്കാദ്യം 26ാമത്തെ ശ്ലോകം നോക്കാം. നഖദംഷ്ട്രായുധാ സർവേ സർവേ സർവാസ്ത്രഗോവിദാ വിചാലയേയു ശൈലേന്ദ്രാൻ ഭേദയേയു സ്ഥിരാൻ ദ്രുമാൻ. ഈ പറഞ്ഞ വാനരന്മാരെല്ലാവരും തന്നെ എല്ലാവരും ദേവാംശജന്മാരാണ്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ബലവും ശക്തിയൊക്കെ. ആരെ വേണമെങ്കിലും തോൽപ്പിക്കുക, ഇടിച്ച് മറിച്ചിടുകയൊക്കെ ചെയ്യാൻ പറ്റണത് അവരൊക്കെ ദേവന്മാരുടെ അംശങ്ങളായതുകൊണ്ടാണ്, സാധാരണക്കാരായിട്ടുള്ള വാനരന്മാരല്ല. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയുള്ളവരായിരുന്നു? നഖ ദംഷ്ട്രായുധാ സർവേ. അവരെല്ലാവരും തന്നെ അവരുടെ ആയുധങ്ങളായിട്ട്, അവർക്ക് പ്രധാനമായിട്ട് അവരുടെ ആയുധങ്ങൾ എന്തായിരുന്നു? പ്രത്യേകിച്ച് ആയുധങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നഖങ്ങളും ദംഷ്ട്രങ്ങളും തന്നെയായിരുന്നു ആയുധം. ഇനി അത് മാത്രമേ ഉള്ളൂ? അല്ലല്ല, മറ്റ് ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അവര് നല്ല എളുപ്പത്തിൽ നഖങ്ങളും ദംഷ്ട്രങ്ങളും ഒക്കെ ആയുധങ്ങളായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. സർവേ സർവ അസ്ത്രഗോവിദാഹ. അസ്ത്രപ്രയോഗങ്ങൾ, വാള്, പരിച തുടങ്ങിയിട്ടുള്ളതൊക്കെ എടുക്കാൻ വശല്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നഖത്തിലും അതുപോലെ ദംഷ്ട്രത്തിലുമൊക്കെ ആയിരുന്നു. ഒപ്പം തന്നെ ആയുധങ്ങൾ പ്രയോഗിക്കാനും കഴിവുണ്ടായിരുന്നു. അങ്ങനെ അവരെന്തൊക്കെ ചെയ്യുമായിരുന്നു പറയാണ്. വിചാലയേയു ശൈലേന്ദ്രാൻ ഭേദയേയു സ്ഥിരാൻ ദ്രുമാൻ. ശൈലേന്ദ്രാൻ വിചാലയേയു. ശൈലേന്ദ്രന്മാരെന്ന് പറഞ്ഞാൽ വലിയ വലിയ പർവ്വതങ്ങൾ, ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങളെ പോലും ഇളക്കി മറിക്കുന്നവരായിരുന്നു. അതാണ് വിചാലയേയു. അതിനെയൊക്കെ മറിച്ചിടാൻ തക്കവണ്ണം ശക്തിയുള്ളവരായിരുന്നു. അതോടൊപ്പം തന്നെ സ്ഥിരാൻ ദ്രുമാൻ ഭേദയേയു. മണ്ണിൽ ഉറച്ചു നിൽക്കുന്നതായ വലിയ വലിയ വടവൃക്ഷങ്ങൾ, വലിയ കാട്ടിലെ വലിയ മരങ്ങളുണ്ടല്ലോ, അവയെ മുഴുവനും ഇളക്കി മറിച്ചിടാൻ ശക്തിയുള്ളവരുമായിരുന്നു ഈ വാനരന്മാരൊക്കെ തന്നെ. അതോടൊപ്പം പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു? അതാണ് 27ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ക്ഷോഭയേയുശ്ച വേഗേന സമുദ്രം സരിതാം പതിം ധാരയേയുക്ഷിതിം പദ്ഭ്യാമാപ്ലവേയുർമഹർണവാൻ. വേഗേന, വേഗത്തിൽ ചെന്നിട്ട് ആ സമുദ്രത്തിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ പ്രവേശിച്ചിട്ട് എന്തു ചെയ്യുമായിരുന്നു? സരിതാംപതിം സമുദ്രം ക്ഷോഭയേയു. സരിതാംപതി, സരിത്തുക്കളുടെ, നദികളുടെ പതിയായിട്ടുള്ള സമുദ്രത്തിനെ ഇളക്കി മറിക്കുമായിരുന്നു. അതിനുള്ള ശക്തിയും അവർക്കുണ്ട്. അതുപോലെ ധാരയേയു ക്ഷിതിം പദ്ഭ്യാം. കാലുകളുടെ പ്രഹരങ്ങളെ കൊണ്ട്, കാലുകൊണ്ട് ഇടിച്ചിട്ടും അതുപോലെ തൊഴിച്ചിട്ടുമൊക്കെ ഭൂമിയെ പിളർക്കാൻ കഴിവുള്ളവരായിരുന്നു ഈ കവീശ്വരന്മാര്, ഈ ഹരീശ്വരന്മാര്. അതുപോലെ ആപ്ലവേയുർ മഹാർണവാൻ. മഹാർണവങ്ങൾ, വലിയ വലിയ സമുദ്രങ്ങൾ, ആ സമുദ്രങ്ങൾ മുഴുവനും നീന്തിക്കടക്കാനും ചാടിക്കടക്കാനും അതൊക്കെ കലക്കി മറിക്കാനും ഒക്കെ കഴിവുള്ളവരായിരുന്നു ഈ ഭീകരന്മാരായിട്ടുള്ള വാനരന്മാര്. ഇനി ഭൂമിയിൽ മാത്രമോ സമുദ്രത്തിൽ മാത്രമൊന്നുമല്ല, ആകാശത്തേക്ക് പോകാനും അവർ തയ്യാറാണ്. അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ പറയണത്. നഭസ്ഥലം വിശേയുശ്ച ഗൃഹീയുരപിതോയദാൻ ഗൃഹീയുരപി മാതങ്കാൻ മത്താൻ പ്രവ്രജതോ വനേ. ഇവർ ആകാശത്തേക്ക് പൊന്തിച്ചാടാനും കഴിവുള്ളവരായിരുന്നു. അതാണ് നഭസ്ഥലം വിശേയുശ്ച. ഭൂമിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് വാനരന്മാരെങ്കിലും അവർക്ക് ചാടി ആകാശം വരെ സ്പർശിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് നഭസ്ഥലം വിശേയുഹു. വിശേയു എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുമായിരുന്നു. അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, ആകാശത്ത് പോകാനുള്ള കഴിവുണ്ടായിരുന്നു. തോയദാൻ ഗൃഹീയുരപി. തോയതങ്ങൾ എന്ന് പറഞ്ഞാൽ മേഘങ്ങളാണ്. മേഘങ്ങളെ പിടിച്ച് നശിപ്പിക്കാൻ, അവയെ കൊണ്ട് മഴ പെയ്യിക്കാൻ ഒക്കെ കഴിവുള്ളവരായിരുന്നു. അതാണ് തോയദാൻ ഗൃഹീയു. മാത്രമല്ല കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആനകളുണ്ടല്ലോ, അതാണ് വനേ പ്രവ്രജത മത്താൻ മാതങ്കാൻ ഗൃഹീയു.
കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മതോന്മത്തന്മാരായിട്ടുള്ള ആനകളെ, കൊമ്പനാനകളെ പിടിക്കാനും ഈ കുരങ്ങന്മാർക്ക് ശക്തി ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഒരു കുരങ്ങന്മാർ അല്ലെങ്കിൽ കുരങ്ങൻ കൂട്ടങ്ങൾക്കൊന്നും ഇത്തരം ശക്തികളൊന്നുമില്ല. വലിയ ആനകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെയൊന്നും പിടിക്കാനോ ഒന്നുള്ള ശക്തി ഉള്ളവരല്ലല്ലോ കുരങ്ങന്മാർ. പക്ഷെ ഇവരൊക്കെ ദേവന്മാരുടെ ജന്മങ്ങളായതുകൊണ്ട് ഇവർക്ക് അങ്ങനത്തെ സകലവിധ കഴിവുകളും ഉണ്ടായിരുന്നു. ആകാശത്തേക്ക് ചാടാനും സമുദ്രം നീന്തി കടക്കാനും ഭൂമിയെ പിളർക്കാനും പർവ്വതങ്ങൾ ഉലയ്ക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ആനകളെ പിടിക്കാനും അവർക്ക് സാധിച്ചിരുന്നു. കാട്ടില് പ്രവ്രജത, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന അല്ലെങ്കിൽ മതോന്മത്തരായിട്ട് പോരടിച്ച് നടക്കുന്ന കൊമ്പൻ ആനകളെയൊക്കെ പിടിക്കാനും ഈ കുരങ്ങന്മാർക്ക് സാധിച്ചിരുന്നു. നമുക്ക് 29ാമത്തെ ശ്ലോകം നോക്കാം. നർദ്ദമാനാംശ്ച നാദേന പാതയേയുർവിഹംഗമാൻ ഈദൃശാനാം പ്രസൂതാനി ഹരീണാം കാമരൂപിണാം. ഇനി അവരുടെ ഒച്ച കേട്ടാലോ? സാധാരണ കുരങ്ങന്മാരുടെ ഒച്ചയൊന്നുമല്ല, ഭയങ്കര ശബ്ദമാണ്. ആ ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ ശബ്ദം എടുത്തിട്ട് നാദേന നർദ്ദമാനാശ്ച, നാദേന അവയുടെ നാദം കൊണ്ട്, ശബ്ദം കൊണ്ട് അവരെന്ത് ചെയ്യും? പേടിപ്പിച്ചിരുന്നു. അതാണ് പറയണത്. നാദേന നർദ്ദമാനാഹ വിഹംഗമാൻ പാതയേയു. ആകാശത്തു കൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ വരെ അവര് ശബ്ദമെടുത്തിട്ട് പേടിപ്പിച്ച് വീഴ്ത്താറുണ്ടെന്ന്. അത്രയ്ക്ക് ഭയങ്കരന്മാർ തന്നെയായിരുന്നു ആ കുരങ്ങന്മാര്. അവരെ വെറുതെ കുരങ്ങന്മാരെന്നൊന്നും പറഞ്ഞിട്ട് വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. രാക്ഷസന്മാരോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഉറക്കെ വച്ചിട്ടിട്ട് ആകാശത്തു കൂടെ പറന്നു നടക്കുന്നവരായിട്ടുള്ള പക്ഷിക്കൂട്ടങ്ങളെ താഴത്തേക്ക് വീഴ്ത്തുമായിരുന്നു. ഈദൃശാനാം പ്രസൂതാനി ഹരീണാം കാമരൂപിണാം. ഇങ്ങനെയായിരുന്നു കുരങ്ങന്മാരൊരു കൂട്ടര്, അതായത് ഒരു സൈന്യത്തിലേക്ക്, അതായത് ശ്രീരാമന്റെ സൈന്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരായിട്ട് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമനെ സഹായിക്കാൻ വേണ്ടി ഭൂമിയിൽ എത്തിച്ചേർന്ന കുരങ്ങന്മാര് ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാമരൂപികളായിട്ട് ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ളവരായിട്ടുള്ള ആ കുരങ്ങന്മാര്. നമ്മൾ ഹനുമാനെ പറ്റി മാത്രമേ ഇങ്ങനെ രൂപം മാറണ ഒരു കവിയായിട്ട് കേട്ടിട്ടുള്ളൂ. പക്ഷേ വാൽമീകി മഹർഷി വർണ്ണിക്കുകയാണ്, ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ കുരങ്ങന്മാർക്കും ഒരേപോലെ കഴിവുള്ളവരായിരുന്നു. രൂപം വ്യത്യാസം വരുത്താനും ഭൂമി പിളർക്കാനും പർവ്വതങ്ങൾ ഉലയ്ക്കാനും മരം പറിച്ചെടുക്കാനും ഒക്കെ കഴിവുള്ളവരായിരുന്നു. 1-2 പേർക്ക് മാത്രമൊന്നും അല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. ശതം ശതസഹസ്രാണി യൂഥപാനാം മഹാത്മനാം തേ പ്രധാനേഷു യൂഥേഷു ഹരീണാം ഹരിയൂഥപാഹ. ഇവര് കുറച്ചൊന്നുമല്ല ജനിച്ചത്. ശതം ശതസഹസ്രാണി, 100, 1000, 10,000 കുരങ്ങന്മാരാണ് അവിടെ ജനിച്ചത്, ഭൂമിയിൽ ജനിച്ചത്. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ശക്തിമാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ കൂട്ടങ്ങളുടെയും നേതാക്കന്മാരുമായിട്ട് തീർന്നു. അതാണ് ശതസഹസ്രാണി യൂഥപാനാം മഹാത്മനാം. യൂഥപന്മാരെന്ന് പറഞ്ഞാൽ സേനാധിപന്മാർ, ഒരു വലിയ കൂട്ടത്തിൻ്റെ അധിപതി. അങ്ങനെയുള്ള കുറേ കുരങ്ങന്മാരും ഉണ്ടായിരുന്നു. അവരൊക്കെ എന്താ ചെയ്തത്? തേ പ്രധാനേഷു യൂഥേഷു ഹരീണാം ഹരിയൂഥപാഹ. പ്രധാനപ്പെട്ട കൂട്ടങ്ങളിലൊക്കെ വലിയ വലിയ കേമന്മാരായിട്ടുള്ള കുറേ കുരങ്ങന്മാർ അധിപതികളായിട്ടും ഭവിച്ചു. കുറേ പേര് ആജ്ഞാനുവർത്തികളായിട്ടിരുന്നു, കുറേ പേര് സേനാനായകന്മാരായിട്ടും വർത്തിച്ചു. എന്നിട്ട് എവിടേക്കാണ് അവർ പോയതെന്ന് പറയാണ്. 31ാമത്തെ ശ്ലോകം നോക്കാം. ബഭൂവുർയൂഥവശ്രേഷ്ഠാൻ വീരാംശ്ചാജനയൻ ഹരീൻ അന്യേ ഋക്ഷവതഃ പ്രസ്ഥാനുപതസ്ഥു സഹസ്രശ. അടുത്തൊരു ശ്ലോകത്തിൻ്റെ ഒരു പകുതിയും കൂടിയും ഇവരുടെ ജീവിതത്തിനെ പറ്റി പറയുന്നുണ്ട്, അതുകൂടി പറയാം. അന്യേ നാനാവിധാൻ ശൈലാൻ കാനനാനി ച ഭേജിരേ. ഇങ്ങനെ ഓരോ യൂഥപ ശ്രേഷ്ഠന്മാർ, ഓരോരോ കൂട്ടത്തിൻ്റെ സൈന്യ തലവന്മാരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള കുറേ കപീശ്വരന്മാരിങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവല്ലോ. അവരെല്ലാവരും പല പല സ്ഥലങ്ങളിലായിട്ട് താമസിച്ചു. അതാണ് പറയണത്. അന്യേ ഋക്ഷവത പ്രസ്ഥാൻ ഉപതസ്ഥു സഹസ്രശ. അന്യേ സഹസ്രശ കപീശ്വരാഹ. കുറേ കുരങ്ങന്മാർ, 1000 കുരങ്ങന്മാർ എവിടെ താമസിച്ചത്? ഋക്ഷവത പ്രസ്ഥാൻ. ഋക്ഷവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പർവ്വതമുണ്ട്. ഈ പറഞ്ഞ ബാലി സുഗ്രീവന്മാരുടെയൊക്കെ രാജ്യത്തിൻ്റെ കിഷ്കിന്ധയുടെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു വലിയ പർവ്വതമാണ്. ആ പർവ്വതത്തിൻ്റെ പ്രസ്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ താഴ്വരകളാണ്.
ആ താഴ്വരകളിൽ പോയി കുറേ കുരങ്ങന്മാർ അവിടെയാണ് താമസിച്ചത്. സഹസ്രശ ഉപതസ്ഥു, അവിടെ വസിച്ചു. മറ്റു കൂട്ടരൊക്കെയോ എല്ലാവരും ഋക്ഷവാൻ പർവ്വതത്തിന്റെ താഴ്വരയിലായിരുന്നില്ല. വേറെ ചിലരൊക്കെ എങ്ങോട്ട് പോയി? അന്യേ നാനാവിധാൻ ശൈലാൻ കാനനാനീച്ച ഭേജിരെ, മറ്റുള്ള കുറേ പേര് ഇങ്ങനെ വലിയ ഭീകരന്മാരായിട്ട് ശക്തിശാലികളായിട്ട് ജനിച്ചു വന്നിട്ടുള്ള മറ്റു കുരങ്ങന്മാർ പലതരത്തിലുള്ള പർവ്വതങ്ങൾ, അവിടെ അടുത്തുള്ള മറ്റ് പർവ്വതങ്ങൾ, പിന്നെ കാടുകൾ, ഈ കാടുകളിലുള്ള മരങ്ങളിൽ, ഗുഹകളിൽ, പൊത്തുകളിലൊക്കെ ആയിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രദേശം മുഴുവനും ഈ ഭീകരന്മാരായിട്ടുള്ള കുരങ്ങന്മാരുടെ താവളമായി തീർന്നു എന്നാണ് ഇവിടെ വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നത്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. നഖദംഷ്ട്രായുധാ സർവേ സർവേ സർവാസ്ത്രഗോവിദാ വിചാലയേയുശൈലേന്ദ്രാൻ ഭേദയേയുസ്ഥിരാൻ ദ്രുമാൻ ക്ഷോഭയേയുശ്ച വേഗേന സമുദ്രം സരിതാംപതിം ധാരയേയുക്ഷിതിം പദ്ഭ്യാമാപ്ലവേയുർമഹാർണവാൻ നഭസ്ഥലം വിശേയുശ്ച ഗൃഹ്ണീയുരപിതോയദാൻ ഗൃഹ്ണീയുരപി മാതംഗാൻ മത്താൻ പ്രവ്രജതോ വനേ നർദ്ദമാനാംശ്ച നാദേന പാതയേയുർവിഹംഗമാൻ ഈദൃശാനാം പ്രസൂതാനി ഹരീണാം കാമരൂപിണാം ശതം ശതസഹസ്രാണി യൂഥപാനാം മഹാത്മനാം തേ പ്രധാനേഷു യൂഥേഷു ഹരീണാം ഹരിയൂഥപാഃ ബഭൂവുർയൂഥപശ്രേഷ്ഠാൻ വീരാംശ്ചാജനയൻ ഹരീൻ അന്യേ ഋക്ഷവതഃ പ്രസ്ഥാനുപതസ്ഥു സഹസ്രശ. അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുരങ്ങന്മാർ പർവ്വതത്തിൻ്റെ ഋക്ഷവാൻ പർവ്വതത്തിൻ്റെ സമീപത്തായിട്ടും അവിടെ അടുത്തുള്ള കാടുകളിലുമായിട്ട് താമസം ആരംഭിച്ചു. അവിടെയൊക്കെ അവർ ആ പ്രദേശങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ പിന്നെ ശ്രീരാമൻ ജനിക്കണം. അത് കഴിഞ്ഞിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അഭിഷേകം വിച്ഛിന്നമായതിനു ശേഷം കാട്ടിൽ വന്നിട്ട് വേണമല്ലോ ഇവരൊക്കെ ആയിട്ട് കൂട്ടുപിടിക്കാൻ. അപ്പോൾ അതും കാത്തുകൊണ്ട് കുരങ്ങന്മാരൊക്കെ അവിടെ വസിക്കാൻ തുടങ്ങിയെന്നർത്ഥം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.